ഓരോ ആഹാരത്തിൽ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതെ അതെ അതെ, ഓരോ ബീഫിലും ഓരോ പേര് വെച്ചിട്ടുണ്ട്. 1 ലക്ഷം തരും എന്റെ പേരുണ്ടോ നോക്കാൻ. നോക്കിയാ നോക്കി ഞാൻ ആദ്യം നോക്കിയത് പേരില്ല. അല്ല എനിക്ക് ഇങ്ങനെ വരേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഭയങ്കര പൈസക്കാരനല്ലേ, ഞാൻ നാട്ടിലെ. പിന്നെ ഭയങ്കര പൈസയാണ് എനിക്ക്. പൈസ ഉണ്ടോ? പിന്നെ കോടികൾ ആസ്തിയുണ്ട്. അതിൽ ഇങ്ങനെ കറങ്ങി കിടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ ഒരു ചതിയൻസ് ബാങ്കിൽ നിന്ന് വരികയാണ്. അപ്പൊ ഞങ്ങളെ ബാങ്കിലൂടെ നിങ്ങളുടെ ഈ കോടി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ താല്പര്യമുണ്ടോ? ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പൈസ ഇടണ്ടേ? ഭയങ്കര പൈസ ഉണ്ടോ? കോടികളുണ്ടെന്നല്ലേ പറഞ്ഞത്. ഉടനെ എനിക്ക് എന്റെ കാര്യങ്ങൾ സ്കീമും കാര്യം നമ്മൾ സഹകരണ ബാങ്കിൽ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വലിയ പരിപാടി അറിഞ്ഞൂടാ. ഞങ്ങൾ നല്ല സഹകരണമാണ്. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരുമിച്ച് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് കഴിഞ്ഞു. ഓക്കെ. എന്നിട്ട് കുറച്ച് നിങ്ങൾ ലോൺ എടുക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ ലോൺ തരും. അല്ല അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അല്ല ഇപ്പോഴല്ല, അത് ഞങ്ങൾ ലോൺ എടുക്കാം. ലോൺ എടുത്തതിന് ശേഷം ഗഡുക്കളായിട്ട് ഞങ്ങൾ ഇതുപോലെ ഇൻട്രസ്റ്റ് ഇങ്ങനെ ഈ ലോണിൽ ഡെപ്പോസിറ്റ് പൈസയുടെ പലിശ അടഞ്ഞുകൊണ്ടിരിക്കും. അല്ല അത് മനസ്സിലായി. അപ്പോഴെനിക്ക് സംശയമുണ്ട്. അല്ല ഞാൻ ആദ്യം ഇട്ട പൈസ എനിക്ക് അപ്പം തിരിച്ചെടുത്തില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് 5 കൊല്ലം എടുക്കാൻ പറ്റുള്ളൂ. പറ്റില്ല, അതങ്ങനെയാണ്. 5 കൊല്ലം കഴിയുമ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് തരും. അല്ല എന്റെ പൈസ എനിക്ക് എടുത്തൂടെ? നിങ്ങൾ എടുക്കാം. പിന്നെ അത് എടുക്കാമല്ലോ. അത് അതിന് വേറെ വിഷയമില്ലല്ലോ. ആവശ്യമില്ല, ഞാൻ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ചുമ്മാ ആവശ്യമില്ല ഈ ബീഫ് എന്ന് കണ്ടിട്ട് എനിക്ക് കേട്ടോ. വേറെ കഴിച്ചു ബീഫിലാണ് കൈയിട്ട് വരുന്നത്. അതിപ്പോ ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കണ്ടു ഒരു വരുന്നു. പറയണ്ടേ അതെന്താ തുടച്ചത്? പേപ്പറിൽ. ഇതിനകത്ത് പേപ്പറില്ല. ഓ അവര് ലോൺ സാക്ഷനുള്ള പേപ്പറായിരുന്നു. ലോൺ പോയി കിട്ടില്ല. ലോൺ അത് നീ രണ്ടാ സെറ്റ് ചെയ്തോട്. എനിക്ക് ബീഫ് തന്നില്ല, ഇനി ലോൺ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഒന്നുമില്ല. എന്തായാലും ഭാഗ്യം ഉണ്ടായിരുന്നു. ഒരു ഇച്ചിരി ബീഫ് ഞാൻ അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്തിനാ അവിടെ വന്നത്? ലോണിന്റെ കാര്യത്തിന് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണോ? ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കന്നന്തിരി കാണിച്ചാൽ നിങ്ങൾ സഹിക്കൂ? സഹിക്കത്തില്ല. പറയട്ടെ, ഇപ്പൊ ഈ പയ്യൻ എന്താണ് കാണിച്ചതെന്ന് അറിയാമോ? ഞാൻ എടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് ലോൺ തരാൻ വേണ്ടി ഇവിടെ വന്നു. നിങ്ങൾ എടുക്കാം. പറയട്ടെ, നിങ്ങൾ എനിക്ക് സ്നേഹത്തോടുകൂടി ഈ പൊറോട്ട ബീഫ് തന്നു. ഞാനത് തിന്നു. അപ്പൊ ഈ പയ്യൻ കാണിച്ച പരിപാടി തൊടരുത് നീ. പറയട്ടെ, നിങ്ങൾക്ക് ലോൺ സാക്ഷനാക്കാനുള്ള പേപ്പർ ഇവൻ ബീഫ് കഴിയിട്ട് വരിയിട്ട് തുറച്ച് എടുത്ത് കളഞ്ഞു തുടങ്ങുന്നു. മര്യാദ വേണം. കഷ്ടപ്പെട്ട് ഞാൻ ഓരോന്നുണ്ടാക്കി കൊണ്ടുവയ്ക്കുമ്പോ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം വേണം നിനക്ക്. ഈ കണ്ട ആൾക്കാരുടെ അടുത്തുനിന്ന് മൊത്തവും ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ടാ ലോൺ വാങ്ങിച്ചേക്കുന്നത്. ഈ മണ്ണിനോട് ഞാനൊരു കള്ളം പറഞ്ഞ എനിക്ക് കടവില്ലെന്ന്. എന്റെ ദൈവമേ, ഞാൻ എന്റെ സാറ് ഞാൻ ഇനി എന്തോ ചെയ്യുന്ന എനിക്കിനെ അറിയാമോ? ബീഫോ നിനക്ക് ഞാൻ ഇനി ബീഫ് തരണോ? അല്ലയോ? അയ്യോ, ഞാൻ ആദ്യം പറഞ്ഞില്ല നിങ്ങൾക്ക് 3 ലക്ഷം കിട്ടും, 6 ലക്ഷം കിട്ടൂലെന്ന്. ഇതിന്റെ നഷ്ടപരിഹാരമായിട്ട് അവന്റെ അടുത്ത് 3 ലക്ഷം ചോദിക്കും. ആ 3 ലക്ഷം രൂപ നമ്മൾ ബാങ്ക് കയറി 3 ലക്ഷം 6 ലക്ഷം ആയില്ലേ?